ശരണാരവങ്ങളൊഴുകി വരവേറ്റ സൂഫി ഇസ്ലാമിക് ബോർഡ്. മലയാളിയുടെ മതേതര ചിന്തയുടെ കേന്ദ്രമായ ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ സൂഫി ഇസ്ലാമിക് ബോർഡ് ഭാരവാഹികളെത്തിയത് പുതിയ അനുഭവമായി. തിങ്കളാഴ്ച പകൽ 1 പന്തളത്തു നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സാക്ഷികളാകാനെത്തിയത് ആയിരങ്ങളാണ്. കത്തിച്ചുവെച്ച നെയ്വിളക്കും കർപ്പൂര ദീപങ്ങളും സുഗന്ധധൂമങ്ങളും ഒരുക്കി റോഡിന്റെ ഇരുവശങ്ങളിലും കാത്തുനിന്നവർ മനുഷ്യമതിലായി മാറി. മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിച്ചത്. കൈപ്പുഴ, കുളനട, പൈവഴി, കുറിയാനിപ്പള്ളി എന്നിവിടങ്ങളിലൂടെ കിടങ്ങന്നൂരിലെത്തിയപ്പോഴാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം അബ്ദുൽ കോയ ജിഫ്രി തങ്ങൾ, ജനറൽ സെക്രട്ടറി PMA സലാം മുസ്ലിയാർ മാന്നാർ, വൈസ് പ്രസിഡന്റ് നിസാമുദ്ദീൻ മുസ്ലിയാർ എന്നിവരാണ് ഘോഷയാത്രയെ സ്വീകരിക്കാനെത്തിയത്. കരുണാലയം അമ്മവീട് ഓഡിറ്റോറിയ കവാടത്തിൽ രാജപ്രതിനിധി PN നാരായണവർമ്മയെ പൊന്നാട ചാർത്തിയാണ് സ്വീകരിച്ചത്. തുടർന്ന് കരുണാലയം അമ്മവീട്ടിലെ 200ഓളം അന്തേവാസികളും തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ചു. ചെയർമാൻ അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ പഴക്കൂട് നൽകിയും ശീതളപാനീയങ്ങളും പഴവർഗ്ഗങ്ങളും നൽകിയാണ് വരവേറ്റത്. വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ആദ്യ ദിവസം അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ വിശ്രമിച്ച ചൊവ്വാഴ്ച രാവിലെ വീണ്ടും യാത്ര തുടരും. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.